ഒരു കല്യാണത്തിന് മുമ്പ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്തുകൊണ്ട് എല്ലാം നോക്കുന്ന നിങ്ങൾക്ക് വിദ്യാഭ്യാസവും സംസ്കാരവും അത് ഇതൊക്കെ എല്ലാം നോക്കുന്ന നിങ്ങൾക്ക് ആ കുട്ടി ജീവിക്കുന്ന അല്ലെങ്കിൽ എന്റെ മകൾ ജീവിക്കാൻ പോകുന്ന വീടിന്റെ വാസ്തു എന്തുകൊണ്ട് നോക്കിക്കൂടാ? ഹായ്, നമസ്കാരം. വാസ്തുപരമായി മറ്റൊരു വീഡിയോയിലോട്ടേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രേക്ഷകരുടെ ഒരുപാട് ചോദ്യങ്ങൾക്കുള്ള ഉത്തരം നമ്മൾ ഓരോ വ്ളോഗിലൂടെ നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. ഇന്നും അതുപോലെ ഒരു ചോദ്യങ്ങൾക്കായിട്ടുള്ള ഉത്തരമായിട്ടാണ് നമ്മൾ ഇന്നും എത്തിയിട്ടുള്ളത്. നമ്മോടൊപ്പം ആസ്ട്രൽ തങ്കച്ചൻ സാറുമുണ്ട്. സാർ നമസ്കാരം. നമസ്കാരം സർ, നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ സന്താന ഭാഗ്യത്തിനെ കുറിച്ചിട്ടും അതുപോലെ തന്നെ വിവാഹ തടസ്സത്തിനെ കുറിച്ചിട്ടും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം സാർ അതിൽ ഒരുപാട് പ്രശ്നങ്ങളെ കുറിച്ച് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ഒരു സംശയം എന്താ വെച്ചാൽ ഇതിലെല്ലാം വാസ്തു യോഗ്യമായിട്ടുള്ള വീടുകളുമുണ്ട്. ആ വീടുകളിലും ഇതേ പ്രശ്നങ്ങൾ നമ്മൾ കണ്ടുവരുന്നുണ്ട്. അപ്പം ഇതിനെന്തെങ്കിലും പരിഹാരം ഉണ്ടാവും? അല്ല, അതൊരു ചോദ്യമാണ്. ചോദ്യത്തിന് നമുക്ക് ക്ലാരിറ്റി ആവാൻ പോകാലോ അല്ലേ? ചോദ്യം ഇതാണ്: വാസ്തു യോഗ്യമായ വീടുകളിൽ, കിഴക്ക് തുറന്നിരിക്കുന്ന വീടുകളിലും കല്യാണ താമസവും പുത്രഭാഗ്യ താമസവും ഉണ്ടാകുന്നു. അതിനൊരു മറുപടി. അപ്പം വിവാഹ താമസത്തിന് രണ്ടു പേര് ഒരുമിക്കുന്നു. അവരുടെ വിവാഹ താമസം എന്നുള്ളത് നമ്മൾ പറഞ്ഞില്ലേ, വിവാഹം സ്വർഗത്തിൽ നിശ്ചയിക്കുന്നു എന്ന് പറയുന്നില്ലേ? സ്വർഗത്തിൽ നിശ്ചയിക്കുന്നോ ഇല്ലയോ എന്നറിയത്തില്ല. പക്ഷെ വിധിപൂർവം പ്രപഞ്ച രീതികളിൽ, കർമ്മ ബേസുകളിൽ ചില വിവാഹങ്ങൾ നടക്കാറുണ്ട്. ചില വിവാഹം ശാഠ്യം പിടിച്ചുള്ള വിവാഹങ്ങൾ നടക്കാറുണ്ട്. ചില വിവാഹം അച്ഛനമ്മമാരുടെ മാത്രം സ്വപ്നത്തിൽ നടക്കാറുണ്ട്. വളരെ ചുരുക്കം ഈ ജീവിക്കാൻ പോകുന്നവരുടെ ആഗ്രഹം അനുസരിച്ച് നടക്കാറുണ്ട്. ഇങ്ങനെ പലതരത്തിലുള്ള വിവാഹങ്ങളാണ്. അപ്പൊ നമ്മൾ ഒരു വീടിനെ തിരഞ്ഞെടുത്ത് നമ്മൾ സംസാരിച്ചു കഴിഞ്ഞു. താമസം മാത്രമാണെന്ന് പറഞ്ഞു, അല്ലാതെ നടക്കില്ല എന്നല്ല പറഞ്ഞത്. പുത്രഭാഗ്യം, താമസം നടക്കില്ല എന്നല്ല പറഞ്ഞത്. പക്ഷേ എന്തു തന്നെ ആണെങ്കിലും കിഴക്കടഞ്ഞിരുന്നു കഴിഞ്ഞാൽ ഇതിന് നല്ല താമസം ഉണ്ടാകുമെന്നുള്ളത് വാസ്തുരീതികളിൽ സത്യം. ഒരു പക്ഷേ വാസ്തു നോർത്ത് ഈസ്റ്റ് ഒക്കെ ഓക്കെയാണ്, ഈസ്റ്റ് ഓക്കെയാണ്, പക്ഷെ അവിടെ താമസിക്കുന്നുണ്ടെങ്കിൽ അത് സ്വാഭാവിക താമസമാണ്. അതൊരു സൈക്കോളജിക്കൽ എഫക്റ്റും കൂടെ അതിനകത്തുണ്ട്. ഒരു സ്വാഭാവിക താമസമാണത്. എല്ലാം വാസ്തു യോഗ്യമായ എത്രയോ വീടുകളിൽ വിവാഹം വേണ്ടെന്നുള്ള രീതിയിൽ താമസിക്കുന്നു. പല സംസ്കാരങ്ങളിലും ലിവിങ് ടുഗദർ. അപ്പം നമ്മുടെ രീതികളിൽ അതിനെ നമ്മൾ വിധിപൂർവ്വം എടുക്കുമ്പോൾ വിവാഹത്തിന് വേണ്ടി ഒരുപാട് പരിശ്രമിക്കുകയും അത് താമസിക്കുകയും ചെയ്യുമ്പോൾ അങ്ങനെ ഉള്ളവർക്ക് മാത്രമേ നിങ്ങൾ ഈസ്റ്റ് ഒന്ന് തുറന്ന് നോക്കൂ. ചിലപ്പോൾ നിങ്ങൾക്ക് കുറച്ച് കൂടുതൽ സൗഭാഗ്യം കൈകൂടി വരും. പുത്രഭാഗ്യം താമസിക്കുന്നു, ഒരുപക്ഷെ മറ്റൊരുപാട് കാരണങ്ങൾ ഉണ്ടായിരിക്കാം. നിങ്ങൾ നിങ്ങളുടെ ഈസ്റ്റ് ഒന്ന് ക്ലിയർ ചെയ്ത് നോക്കൂ. ഒരുപാട് പരീക്ഷണങ്ങൾ ഡോക്ടേഴ്സിനെ മാറ്റുന്നു, പല പല ഹോസ്പിറ്റലിൽ മാറ്റുന്നു. ഒരുപാട് നിങ്ങൾ ഇതിന് പോകുന്ന ഏതാ പരിഹാര ക്രിയകൾക്കും അമ്പല ദർശനങ്ങൾക്കൊക്കെ പോകുന്നതോടൊപ്പം നിങ്ങളുടെ ഈസ്റ്റും ക്ലിയർ ചെയ്ത് നോക്കൂ. ചിലപ്പം മറ്റെല്ലാത്തിനേക്കാൾ വേഗത്തിൽ ചിലപ്പം ഇതിൽ നിങ്ങൾക്ക് റിസൾട്ട് എടുക്കാൻ പറ്റുമെന്ന് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. ശരിയല്ലേ? ഇനി ഇതിനകത്ത് മറ്റൊരു കൗതുകവും കൂടെ ഉണ്ട്. കല്യാണ മണ്ഡപങ്ങൾ. ഇപ്പൊ ലീഗൽ മാരേജ്, ഇല്ലീഗൽ മാരേജ് എന്ന് പറഞ്ഞ ഒത്തിരി സംവിധാനങ്ങളുണ്ട്. ചിലപ്പോൾ രണ്ട് പാർട്ട്നേഴ്സ് രണ്ടുപേര് തീരുമാനിക്കുന്നു, ഒരുമിച്ചാകാമെന്ന് തീരുമാനിക്കുന്നു. നമ്മൾ ആ ഡേ തന്നെ തീരുമാനിക്കുന്നു, നെക്സ്റ്റ് ഡേ തൊട്ട് അവർ ജീവിച്ചു തുടങ്ങുന്നു. ഇങ്ങനെയുള്ള കല്യാണങ്ങളുണ്ട്. അവർക്കും പുത്രഭാഗ്യങ്ങളുണ്ട്. ഒക്കെ നമ്മളിപ്പോൾ ഒരു കോമൺ റിസർച്ചിൽ നമുക്ക് ഭൂരിപക്ഷവും നമ്മൾ ലീഗൽ മാരേജിനെ എടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ അതിൽ മണ്ഡപങ്ങൾ തന്നെ ഞങ്ങളെ ചിന്തിപ്പിച്ചിട്ടുള്ളൊരു കാര്യമാണ്. ഇത് ഗുരു സംവിധാനങ്ങളിൽ നിന്ന് കിട്ടുന്ന അറിവുകളാണെങ്കിൽ പോലും നമ്മളും പ്രാക്ടിക്കൽ എക്സ്പീരിയൻസിന്റെ അത്തരം കാര്യങ്ങൾ എന്റെ റിസർച്ചിലും ഉണ്ട്. ഒരു മണ്ഡപം നിങ്ങൾ തിരഞ്ഞെടുക്കുന്നു, കല്യാണ മണ്ഡപം തിരഞ്ഞെടുക്കുന്നു. ആ മണ്ഡപത്തിൽ ഒരു നിശ്ചിത ദിവസം, അതിൽ ഡേസ് ഓഫ് ആസ് എ ന്യൂമറോളജിസ്റ്റ് എനിക്ക് നല്ല ദിവസം നോക്കി, ജാതകം നിങ്ങൾ നോക്കുന്നോ ഇല്ലയോ, കല്യാണ കഴിക്കുന്ന ദിവസവും പ്ലസ് ഇവരുടെ രണ്ടുപേരുടെ ഡേറ്റ് ഓഫ് ബർത്തും പേരും 3 ഘടകങ്ങളും പരിശോധിച്ച് നിങ്ങൾക്ക് കല്യാണം നടത്താം. വലിയ വലിയ ജ്യോതിഷന്മാരെ കണ്ട് 10 പൊരുത്തവും കറക്റ്റ് ആയിരുന്നു എന്ന് പറയുന്ന രീതിയിൽ നടക്കുന്ന കല്യാണങ്ങളും ഇന്ന് കോടതി വളപ്പിൽ കിടന്ന് മാസങ്ങളും വർഷങ്ങളോളം ചുറ്റുകയാണ്. പക്ഷേ ഏറ്റവും നല്ല രീതിയിൽ ഒരുപാട് റിസൾട്ട് എടുത്തിട്ടുള്ള കല്യാണം ന്യൂമറോളജിക്കൽ ടൈപ്പിലാണ്. അതായത് 2 പേരുകളുടെ ഫ്രീക്വൻസി, 2 പേരുടെ ജനന ദിവസ അടിസ്ഥാനവും പ്ലസ് തിരഞ്ഞെടുക്കുന്ന കല്യാണ ദിവസങ്ങളും ആ വിവാഹ ജീവിതത്തിന്റെ ഏറ്റവും നല്ല മുന്നോട്ടുള്ള യാത്രയ്ക്ക് ഇത് കഴിയും. അപ്പൊ ഇതൊക്കെ ചിലർ ചോദിക്കും, ഇപ്പൊ ഈ പറയുന്ന എനിക്ക് പോലും ഇത്തരം അറിവുകൾ എന്റെ വിവാഹത്തിന് ശേഷമായിരിക്കാം വന്നിട്ടുള്ളത്, അല്ലേ? മനസ്സിലായി? അത് ഏറ്റവും രീതിയിൽ ഞാൻ അതിനെ, പക്ഷെ മറ്റൊന്നും ഇല്ല. അപ്പൊ നമ്മുടെ ഈ അറിവുകൾ കൊണ്ട് നമ്മുടെ ജീവിതത്തിന്റെ കുഞ്ഞു കുഞ്ഞു പ്രശ്നങ്ങൾ നമ്മൾ പരിഹരിച്ചു പോകാൻ ശ്രമിക്കുന്നതോടൊപ്പം അതിലൊരാളാണ് ഞാൻ. മനസ്സിലായി? ഇപ്പൊ കുട്ടികളുടെ പേര് ഒരു വിഷയം സെലക്ട് ചെയ്യുമ്പോഴത്തേക്കും ചിലപ്പോൾ എനിക്ക് വീഴ്ച പറ്റിയിട്ടുണ്ടാവും. പക്ഷെ കുറച്ചുകൂടെ കഴിഞ്ഞ് നമ്മളത് അറിയുന്നു, നമ്മൾ ആ പേര് മെല്ലെ ചേഞ്ച് ചെയ്യാം, അല്ലേ? അപ്പം നമുക്ക് നേരത്തെ സംഭവിച്ചു പോയ ആൾക്കാർ, ഇപ്പൊ എന്നെ ഉദാഹരണമാക്കി പറഞ്ഞ മറ്റുള്ളവർക്ക് വേണ്ടിയാ.
അപ്പോൾ അവര് ഇതൊക്കെ അറിയാതെ ആയല്ലോ എന്ന് പറഞ്ഞ് വിഷമിക്കരുത്. നിങ്ങൾക്ക് അതിനുശേഷം ഇതിന് പ്രശ്നങ്ങളുടെ പരിഹാരങ്ങളും ഇതിലൂടെ തന്നെ ഉണ്ടാവും. പക്ഷേ ന്യൂമറോളജി ആണെങ്കിൽ ന്യൂമറോളജിയിലൂടെയുള്ള പരിഹാരങ്ങളാണ് നിങ്ങൾ അന്വേഷിക്കേണ്ടത്. വാസ്തു ആണെങ്കിൽ വാസ്തുവിലൂടെയുള്ള പരിഹാരങ്ങളാണ് നിങ്ങൾ അന്വേഷിക്കേണ്ടത്. അപ്പോൾ വിഷയം മാറിപ്പോകാതിരിക്കാൻ നമ്മുടെ കല്യാണ മണ്ഡപത്തിലൂടെ നമ്മൾ തിരിച്ചു വരികയാണ്. അപ്പോൾ കല്യാണ മണ്ഡപം, ഒരു കല്യാണ മണ്ഡപം നിങ്ങൾ തിരഞ്ഞെടുക്കുന്നു. ആ കല്യാണ മണ്ഡപത്തിൽ നിങ്ങളുടെ വിവാഹം വളരെ ആർഭാടമായി നിങ്ങൾ നടത്തുകയും മറ്റുള്ളവരെല്ലാം പ്രശംസിച്ചുകൊണ്ട് ഭക്ഷണങ്ങളൊക്കെ കഴിച്ചുകൊണ്ട് നിങ്ങളെ വിഷ് ചെയ്തും അനുഗ്രഹിച്ചും പിരിയുന്നു. പക്ഷേ ആ വിവാഹ കുടുംബത്തിന് മാത്രമായി അനുഭവിക്കേണ്ടി വരുന്ന, കല്യാണ മണ്ഡപത്തിന്റെ വാസ്തുദോഷം മൂലം അനുഭവിക്കേണ്ടി വരുന്ന കുറച്ച് ബാഡ് ലക്സും ഇതിലൂടെ സൂചിപ്പിക്കാറുണ്ട്. വാസ്തുവിലൂടെയുള്ള സംവിധാനങ്ങളാണ്. ഒരു വിവാഹ മണ്ഡപം ഉദ്ദേശം ഇപ്പൊ നമ്മൾ പറയുന്ന ഒരു ആഗ്നേയത്തിൽ ഫോൾട്ടുള്ള ഒരു മണ്ഡപമായിരിക്കാം. ആഗ്നേയത്തിൽ ഫോൾട്ട് എന്താണെന്നുള്ളത് എല്ലാവർക്കും അറിയാം. ആഗ്നേയത്തിൽ കിണറുകളോ, ആഗ്നേയത്തിൽ സെപ്റ്റിക് ടാങ്കോ, ആഗ്നേയത്തിൽ കുഴികളോ ഒക്കെ ഒരു ആഗ്നേയ മുഖ്യധാര ഫോൾട്ടുകളായിട്ട് നമുക്ക് എടുക്കാം. ആഗ്നേയം മാത്രം. അതിൽ തെക്ക് ആഗ്നേയം കിഴക്ക് ആഗ്നേയം എന്ന് പറഞ്ഞ 2 ഡിവിഷനുണ്ട്. അപ്പൊ ഞാൻ ഈ പറയുന്നത് കൂടുതലും, ഞാൻ ഈ പറയാൻ പോകുന്ന കാര്യങ്ങൾക്ക് ഉചിതമായ ഫോൾട്ടുകൾ കൂടുതലും വരുന്നത് കിഴക്ക് നീച ആഗ്നേയത്തിലോ കിണറോ സെപ്റ്റിക് ടാങ്കോ കുഴിയോ വേസ്റ്റ് വാട്ടർ ടാങ്കോ സമ്പോ അണ്ടർഗ്രൗണ്ട് റൂംസോ ഉള്ള സംവിധാനങ്ങളാണ് ഞാൻ ഈ പറയുന്നത്. അങ്ങനെ ഒരു കല്യാണ മണ്ഡപം നിങ്ങൾ തിരഞ്ഞെടുക്കാന്ന് വയ്ക്കാം. അവിടെ വിവാഹം കഴിച്ച് മുന്നോട്ടുള്ള ജീവിതങ്ങൾക്ക് ഒരു അസാമാന്യ വഴക്കുകളും പ്രശ്നങ്ങളും ചേർച്ചയില്ലായ്മയും അത് ഡിവോഴ്സിലോട്ട് പോയി തീരുന്ന, അല്ലെങ്കിൽ ഡിവോഴ്സ് ചെയ്യാൻ പറ്റാത്ത പല ദമ്പതികളുണ്ട്. അറിയോ? അതിന് തുല്യമായ ജീവിതം 4 ചുമരുകൾക്കുള്ളിൽ ജീവിച്ച് തീർക്കുന്ന ദമ്പതികളുണ്ട് ഞങ്ങളുടെ പഠനത്തിൽ. കല്യാണ മണ്ഡപത്തിൽ വെച്ച് കണക്ട് ചെയ്യാണ് ഞാൻ. എത്രത്തോളം ആൾക്കാർക്ക് ഇതൊക്കെ കൃത്യമായിട്ട് എടുക്കാൻ പറ്റുന്ന തരത്തിൽ നിങ്ങൾ പരീക്ഷ നോക്കുന്നത്. നിങ്ങൾക്ക് പരീക്ഷിക്കാലോ. ഒരു വാദത്തിലോട്ട് വരുന്നതിന് മുമ്പ് ഒന്ന് ഒരുങ്ങാൻ ഒരു പരീക്ഷണാടിസ്ഥാനം കുറച്ച് യാത്രയല്ല. യാത്രയുടെ കാര്യം പറയുമ്പോഴേ ഞാനീ പറഞ്ഞു കഴിഞ്ഞ് എപ്പോഴോ പറഞ്ഞത് പാതിയിൽ വിട്ടു. ഒരു വാസ്തുവിന് വേണ്ടി ഒരു 10 കിലോമീറ്റർ പോലും യാത്ര ചെയ്യാത്ത ആൾക്കാരാണ് വാസ്തുവിനെ കുറിച്ച് വാദിക്കുന്നത്. ലക്ഷക്കണക്കിന് കിലോമീറ്റർ. അതായത് ഇപ്പൊ എന്റെ ട്രാവൽ ഫീഡ്ബാക്ക് നോക്കുമ്പോൾ ഈ ഒരു വർഷത്തിൽ തന്നെ എനിക്ക് തോന്നുന്നു 1,00,000 കിലോമീറ്റർ മേളിൽ യാത്ര ചെയ്ത് കഴിഞ്ഞു. 1,00,000 കിലോമീറ്റർ നിസ്സാരമൊന്നുമല്ല. അത്യാവശ്യം നല്ല ദൂരം ഓടുന്ന ഒരാളാണ് ഞാൻ. എന്നെ അടുത്തറിയാവുന്നവർക്ക് അറിയാം. ശരി, 1,00,000 എന്നൊരു ഭംഗിവാക്കി പറഞ്ഞാലും ഏറ്റവും ചുരുക്കം ഒരു 50,000 കിലോമീറ്റർ ഈസിയായിട്ട് ഓടിക്കാണത്തില്ല. 50,000 ഒന്നുമല്ല, കൂടുതലാണ്. അപ്പം ഇത്രയും വർഷങ്ങൾക്കുള്ളിൽ വാസ്തുവിന് വേണ്ടി മാത്രം ഞാൻ യാത്ര ചെയ്ത ദൂരങ്ങളാണ്. യാത്ര ചെയ്യാന്ന് വെച്ചാൽ വെറുതെ പോയിട്ട് വരില്ല. ആ യാത്രയിൽ കാണുന്ന വീട്, അവരുടെ ആ ജനജീവിതങ്ങളുടെ അനുഭവങ്ങൾ, നിർഭാഗ്യങ്ങൾ, പിന്നീട് അത് ശരിയാവുന്നത്, ഇതെല്ലാം കണ്ടൊരാളാണ് ഞാൻ. അപ്പോൾ ഏതൊരു കാര്യം നമ്മൾ വാദിക്കുന്നു അതിനുവേണ്ടി നമ്മൾ എത്ര യാത്ര ചെയ്തു എന്നുള്ളതാണ് ആദ്യം ചോദിക്കേണ്ട ചോദ്യം. ഞാനത് യാത്ര ചെയ്ത ആളാണ് ഞാൻ പറയുന്നത്. മനസ്സിലായി? അപ്പം ഈ വിവാഹ മണ്ഡപവും ആ ദമ്പതികളുടെ ജീവിതവുമായി വാസ്തുവിനെ കണക്ട് ചെയ്യാൻ പറ്റുന്ന കാരണങ്ങളാണ്. ഒരുപക്ഷെ ആ ഫോൾട്ട് അവിടെയല്ല, മറ്റൊരു ഫോൾട്ട് ആയിരിക്കാം. ഇപ്പം നൈരുതി അഥവാ കന്നി ഭാഗത്തൊരു കിണറോ അവിടെ ഒരു സെപ്റ്റിക് ടാങ്കോ താഴ്വാരമോ കുഴിയോ ഉള്ള ഒരു വിവാഹ മണ്ഡപമായിരിക്കാം. സ്വാഭാവികമായി ആ മണ്ഡപത്തിന്റെ വിറ്റു വരുമാനത്തിലും പ്രശ്നങ്ങൾ ഉണ്ടാവുന്നു. അവിടെ നിന്ന് കല്യാണം കഴിക്കുന്നവർക്ക് വാസ്തു രീതിയിൽ എപ്പോഴും നോക്കുമ്പോഴത്തേക്കും ശാരീരിക ബന്ധത്തിൽ അവതൃപ്തിപ്പുണ്ടാവും. അപ്പോ ആ സെക്ഷൽ റിലേഷൻ അതിനകത്ത് അവർക്ക് കൂടുതൽ സക്സസ് ചെയ്യാൻ പറ്റി കാണത്തില്ല. പക്ഷെ ഇതൊക്കെയെല്ലാം നമ്മൾ ചൂണ്ടിക്കാണിക്കുമ്പോൾ ചെയ്യുന്നു, ഇതൊക്കെല്ലാം ശരിയാവുന്നില്ല. അവരോട് ചോദിക്കൂ, അവരുടെ ഉള്ളിലോട്ട് ഇറങ്ങി ചെല്ലൂ. ദൂരം ഇപ്പൊ കൗൺസിലിംഗ് അല്ലെങ്കിൽ മറ്റു തുറന്നു പറച്ചിലിനൊക്കെ ഞാൻ ഒരുപാട് സംവിധാനങ്ങളൊക്കെ സാക്ഷ്യപത്രം വെച്ച ആളാണ്. അപ്പൊ ഇതേ ഫോൾട്ട് ചിലപ്പോൾ വായുവ്യത്തിലായിരിക്കാം. വായുവ്യത്തിൽ നീചഭാഗങ്ങളിലായി പറയുന്നത് കന്നി 2 ഭാഗത്ത് നീചമുണ്ട്. വായുവ്യ നീചം എന്ന് പറഞ്ഞാൽ വടക്ക് നീചത്തിൽ പ്രശ്നമുള്ള ഒരു വിവാഹ മണ്ഡപമാണ് നിങ്ങൾ തിരഞ്ഞെടുക്കുക എന്നുണ്ടെങ്കിൽ അവിടെ മേൽ പറഞ്ഞാൽ പുത്രഭാഗ്യം താമസിക്കുവാൻ അതും ഒരു കാരണമാകുന്നു. തിരഞ്ഞെടുക്കുന്ന നമ്മൾ ഫോൾട്ട് കാണുന്ന ദിക്ക് വടക്ക് വായുവ്യത്തിലാണെന്നുണ്ടെങ്കിൽ ആ മണ്ഡപത്തിൽ ആ മണ്ഡപത്തിന്റെ മുതലാളിക്കായിരുന്നാൽ ആ ഫോൾട്ട് ഉണ്ടാവും. അല്ലെങ്കിൽ മണ്ഡപത്തിന്റെ മാനേജർ എന്ന് പറഞ്ഞ ഒരാൾ ഉണ്ടാവുമല്ലോ, അതിന്റെ ഓളിനാൽ. ഒരുപക്ഷെ മുതലാളിക്ക് പോലും അറിയത്തില്ല അവിടെ എത്ര വാർപ്പുണ്ട്, എത്ര സ്പൂൺസ് ഉണ്ട്, എത്ര കരണ്ടി. പക്ഷെ ആ മണ്ഡപത്തിന്റെ ഓൾ ഇൻ ഓളായിട്ട് നിൽക്കുന്ന ഒരാളുണ്ടാവുമല്ലോ, ആ മണ്ഡപത്തിൽ ചൂണ്ടിക്കാണിക്കുന്ന ഫോൾട്ടിന്റെ ആ മണ്ഡപം അല്ലെങ്കിൽ ആ ബിൽഡിംഗ് പ്രതികാരം ചെയ്യുന്നത് ഒരുപക്ഷെ അതിന്റെ ഓൾ ഇൻ ഓൾ ഇരിക്കുന്ന മാനേജറിന്റെ വീട്ടിലും ഈ പറഞ്ഞ സംവിധാനങ്ങളുണ്ടായിരിക്കും. എന്നാലും അത് സോൾവ് ആവുള്ളൂ ആ വാസ്തു പ്രശ്നം. ഇത് പ്രപഞ്ചവുമായി കണക്കൂട്ടുമ്പോൾ നമ്മൾ വലിയ ശക്തികൾ, പ്രപഞ്ചത്തെക്കാൾ വലിയ ശക്തികളാണ്, അല്ലെങ്കിൽ പഞ്ചഭൂതങ്ങളെക്കാൾ വലിയ ശക്തികളാണ്, അല്ലെങ്കിൽ പഞ്ചഭൂത കോമ്പിനേഷനിൽ അല്ലെങ്കിൽ റിവേഴ്സ് കോമ്പിനേഷനിൽ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളോ അല്ലെങ്കിൽ ഭാഗ്യങ്ങളിലോ ഒക്കെ എല്ലാം നമ്മൾ നേരിട്ട് അനുഭവമുള്ളവരാണ് ഇതൊക്കെ സംസാരിക്കേണ്ടത്. പ്രപഞ്ചത്തിൽ വിശ്വസിക്കുന്നവരായിരിക്കണം ഇതൊക്കെ സംസാരിക്കേണ്ടത്, വിശ്വസിക്കേണ്ടതും.
ഒന്നുമില്ലായ്മകൾക്ക് ഒന്നുമില്ല തന്നെയാണ്, അവസാനം വരെ ഒന്നുമില്ലേനു. ഈ ഫോൾട്ട് ചിലപ്പോൾ ഈശാന്യത്തിലായിരിക്കാം. ആ മണ്ഡപത്തിന്റെ ഈശാന്യത്തിൽ സാരമായ ഫോൾട്ട്. ഈശാന്യത്തിൽ ഫോൾട്ട് എന്തോ, ഈശാന്യത്തിൽ ഇപ്പോൾ മണ്ഡപത്തിന്റെ മുഴുവൻ ടോയ്ലറ്റ് ചിലപ്പോൾ ഈശാന്യത്തിലായിരിക്കാം. അല്ലെങ്കിൽ ഈശാന്യം മിസ്സിംഗ് ആയിട്ടുണ്ടാവാം. മുറിഞ്ഞ ഈശാന്യമുള്ള മണ്ഡപമായിരിക്കാം. ചിലപ്പോൾ വസ്തു തർക്കം പോലെ ആ ഭാഗത്ത് ഇവർക്ക് ചേർത്ത് പിടിക്കാൻ പറ്റാത്തതുകൊണ്ട് ഒരു എൽ ഷേപ്പ് മിസ്സിംഗ് അവിടെ ഉണ്ടായിരിക്കാം. അവിടെ ഒരുപക്ഷെ ആ വരന്റെ ഒരു തരം മാനസിക ശാരീരിക അവസ്ഥ വളരെ ബുദ്ധിമുട്ടായിരിക്കും. അത് ഒരു ദീർഘ ജീവിതത്തിലോട്ട്, അദ്ദേഹത്തിന്റെ ആരോഗ്യപരമായ ദീർഘജീവിതം നയിക്കാൻ അയാൾക്ക് പറ്റില്ലെന്നായിരിക്കാം. ഒരുപക്ഷെ കുഞ്ഞ് ജനിക്കുന്നു, ആ കുഞ്ഞ് പെൺകുട്ടിയാണെന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ ആ വിധി ഒരുപക്ഷെ സോളവും. കാരണം ഈ പ്രപഞ്ചവും സ്ത്രീയുമായി വലിയൊരു ബന്ധമുണ്ട്. സ്ത്രീകൾക്കല്ലാതെ പ്രശ്നങ്ങളൊന്നും പരിഹരിക്കാൻ മറ്റ് സ്ത്രീകളെ പോലെ ഉത്തമ, അല്ലെങ്കിൽ സ്ത്രീകൾക്കുള്ള ആ ഒരു പവർ പോലത്തെ ഒരു മറ്റൊരു ശക്തി മറ്റൊന്നില്ല. ഈ ഭൂമിയെ തന്നെ സ്ത്രീയായിട്ട് നമുക്ക് കൂട്ടാം, ഭൂമി അമ്മ. അപ്പം അതൊരു പെൺകുഞ്ഞാണെങ്കിൽ ഒരുപക്ഷെ വിധിമാറ്റം സംഭവിക്കും. അല്ലാതെ ആൺകുഞ്ഞാണെന്നുണ്ടെങ്കിൽ ആ വിധി ഈ ഗ്രഹനാഥനം ബാധിച്ചിരിക്കും. എങ്ങനെ വടകിഴക്കിൽ ഒരു വീട്ടിന്റെ ഉള്ളിലോ വെളിയിലോ മുകളിലോട്ട് പോകാനുള്ള സ്റ്റെയർ കേസുകൾ പണിതിരിക്കുന്ന വീട്ടിൽ അനുഭവിക്കുന്ന പുരുഷന്റെ ദുഃഖം പോലെ തന്നെയാണ് വടകിഴക്ക് ഫോൾട്ടുള്ള കല്യാണ മണ്ഡപത്തിൽ നിന്നും വിവാഹം കഴിക്കുന്ന വരന് ഉണ്ടാകുന്ന മാനസിക ശാരീരിക ബുദ്ധിമുട്ടുകൾ. സോ അപ്പോൾ നമ്മൾ നോക്കുന്നില്ലേ, ഇപ്പോൾ വാസ്തു നമ്മൾ കുറച്ചൊരു വൈഡായിട്ട് കൊണ്ടുപോകണം. ഞാൻ ആദ്യ മാസങ്ങളൊക്കെ പറയുന്നുണ്ട്, ഇതൊക്കെ പിന്നീട് കുറച്ച് ഹെവി സബ്ജക്ട് ഹെവി ആവും എന്ന് പറഞ്ഞ രീതിയിൽ വിലകളും. അപ്പൊ നമ്മൾ വാസ്തു നമ്മൾ വീടിനുള്ളിൽ മാത്രം ചുരുങ്ങി എടുക്കരുത്. ഞാൻ പറഞ്ഞില്ലേ, ഹോസ്റ്റലിൽ പോയി താമസിക്കുന്നു, ആ ഹോസ്റ്റൽ വാസ്തു ഉണ്ട്. ഒരു അതിഥിയുടെ വീട്ടിൽ പോയി 2 ദിവസം ഇന്റർവ്യൂ, ചെന്നൈയിലോട്ട് പോകുന്നു, ഒരു 2 ദിവസത്തേക്ക് ഒരു അതിഥിയുടെ വീട്ടിൽ അല്ലെങ്കിൽ ബന്ധുവിന്റെ വീട്ടിൽ പോയി താമസിച്ച ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്നു. ആ വീടിന്റെ വാസ്തുവിനുള്ളിലായിരിക്കാം ചിലപ്പം ഈ അതിഥി. അപ്പൊ പ്രപഞ്ചത്തിനെ കുറിച്ച് പഠിക്കുക, പഞ്ചഭൂതങ്ങളെ കുറിച്ച് പഠിക്കുക. ഗുരുനാഥന്മാര് പണ്ടേ ഒരുപാട് റിസർച്ച് ചെയ്ത് ഗുരുശിഷ്യ ബന്ധത്തിലൂടെ പാസ് ചെയ്ത് കൊണ്ടുവന്ന അറിവുകൾ, എന്നാൽ അറിവുകൾക്കുള്ളിൽ തൃപ്തിപ്പെടാതെ അത് ശരിയാണെന്ന് സംശയബോധത്തോടെ അന്വേഷിക്കുന്ന വാസ്തു സ്റ്റുഡൻസാണ് ഞങ്ങൾ. അപ്പൊ അതിന്റെ പശ്ചാത്തലത്തിലാണ് ഇത്തരം സത്യങ്ങൾ ഒരു നവമാധ്യമത്തിലൂടെ തുറന്നു പറയുന്നത്. അപ്പോൾ വാസ്തു വിശ്വാസികൾക്ക് ഇത് ഏത് രീതിയിൽ എടുക്കാം, പക്ഷെ അനുഭവ രീതിയിൽ സത്യങ്ങളാണെന്ന് തെളിഞ്ഞാൽ ഉടനെ വാസ്തു പരിശോധിക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് വാസ്തു ഐശ്വര്യം നിങ്ങളുടെ കുടുംബത്തിന് നിങ്ങൾക്കും ഉണ്ടാകും. അപ്പൊ വിവാഹത്തിന് വേണ്ടിയിട്ട് വാസ്തു നോക്കണം എന്നാണോ പറഞ്ഞു വരുന്നത്? മണ്ഡപവും വാസ്തു നോക്കണോ അല്ലേ? അങ്ങനെ വലിയ ചുമതല കൂടെ വരുന്നില്ലേ ഈ വ്ലോഗിന് ശേഷം? അങ്ങനെയല്ല, നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ, ഇപ്പം നമ്മളൊരു ഒരു കാർ നമ്മൾ സർവീസ് ചെയ്യുമ്പോൾ അതിന് A to Z സർവീസ് ചെയ്യണം എന്നുള്ള ലക്ഷ്യത്തോടെയാണ് നമ്മൾ കൊണ്ടുപോകുന്നത്. അപ്പൊ അത് ഏറ്റെടുക്കുന്ന ആ ഒരു ടെക്നീഷ്യൻ അതിനെല്ലാം പരിശോധിച്ച് പേപ്പറിൽ എഴുതി നമുക്ക് റിപ്പോർട്ട് ചെയ്ത് തരുന്നൊരു സംവിധാനം പോലെ തന്നെയാണ്. അതിനേക്കാൾ എത്രയും മുഖ്യമാണ് ഒരു വിവാഹവും തുടർന്നുള്ള ജീവിതവും. പണ്ട് ആൾക്കാര് പണ്ടത്തെ കാര്യങ്ങളാണ്, പണ്ടെന്ന് വെച്ചാൽ വളരെ പണ്ടൊന്നുമല്ല, ഇന്നും ആന്ധ്ര തമിഴ്നാട് ഭാഗങ്ങളിൽ ഇതൊക്കെ ഇപ്പോഴും ഒരു പതിവായിട്ടുണ്ട്. കാരണപ്പാടെന്നുള്ള പേര് തന്നെ നല്ല രീതിയിൽ പ്രയോഗിക്കപ്പെടുന്ന വെച്ചാൽ തന്നെ ഒരു വിവാഹത്തിന് മുമ്പ് പെണ്ണിന്റെ വീട്ടിൽ നിന്ന് ആണിലോട്ടും ആണിന്റെ വീട്ടിൽ നിന്ന് പെണ്ണിലോട്ടും എവിടെയെങ്കിലും കൃത്യമായിട്ട് ഈ വാസ്തു ടെക്നീഷ്യന്മാർ, അന്ന് എല്ലാവർക്കും വാസ്തു മിനിമം വാസ്തു അറിയാം, പഴയ ആൾക്കാർ അല്ലെങ്കിൽ വാസ്തു അറിയാമെന്നുള്ള ആൾക്കാരെ വിട്ട് കല്യാണം ചെക്കന്റെ വീടിന്റെ വാസ്തു നോക്കും. അതിനൊരു ചായ കുടി എന്ന് പറയാം. അതിന്റെ അർത്ഥം ഇവർ പോയി രഹസ്യമായി ആ വീടിന്റെ പരിസരങ്ങളിൽ വാസ്തു നോക്കി ഉറപ്പിക്കുന്ന ഒരു സാമ്പ്രദായ വ്യവസ്ഥ ഇവിടെ ഉണ്ടായിരുന്നു. ഒന്ന്, എന്തിനാ വിവാഹ ചെറുക്കന്റെ അല്ലെങ്കിൽ വിവാഹ പെണ്ണിന്റെ വീട് വാസ്തു രീതികളിൽ ശരിയാണോ? മിക്കവാറും ലോ ഓഫ് അട്രാക്ഷൻ എങ്ങനെ അറിയാം, ഇപ്പൊ നൈരുതി പ്രശ്നമുള്ള ഒരു വീടിന് കല്യാണം കഴിക്കാൻ പോകുന്ന വധു അല്ലെങ്കിൽ വരൻ അവരുടെ വീട്ടിലും ആ ഡിഗ്രിയിൽ മറ്റെന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായിരിക്കാം. ഇപ്പൊ വായുവീയ പ്രശ്നം എന്ന് ഞാൻ എപ്പോഴും പറയുന്നില്ലേ, വായുവീയ പ്രശ്നങ്ങൾ കൂടുതലും വടക്ക് വായുവീയ ഫോൾട്ട് ആ വീട്ടിന്റെ സ്ത്രീകൾക്കുള്ളതാണ്. അതിൽ വടക്ക് വായുവ്യം യുവജനങ്ങൾക്കും തെക്കേ കന്നി മുതിർന്ന സ്ത്രീകൾക്കുമായിട്ട് വിഭജിക്കാം. അതിൽ നമ്മൾ തിരഞ്ഞെടുക്കുന്ന ദിക്ക് വടക്കാണ്. വടക്ക് വായുവ്യത്തിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ അവിടെ യൂട്രസ് എന്നുള്ള സംവിധാനം കൂടെ ഉൾപ്പെടുത്തണം. വെരിക്കോസ് യൂട്രസ് എന്നുള്ള സംവിധാനങ്ങളെല്ലാം വടക്ക് വായു പ്രശ്നങ്ങളുമായിട്ട് നമുക്ക് കൂട്ടിച്ചേർക്കാം. അപ്പൊ സ്വാഭാവികമായിട്ടും ഒരു യൂട്രസ്, ഒരു കുട്ടിക്ക് പുത്രഭാഗ്യത്തിന് യൂട്രസിന് പ്രശ്നമുണ്ട് എന്ന് പറയുമ്പോൾ വിവാഹം കഴിഞ്ഞ് ചെന്നെത്തുന്ന വീട്ടിൽ നല്ല യൂട്രസ് ഉണ്ടാവുക. ആ കുട്ടിയുടെ ജനന ജീവിതവുമായി ബന്ധപ്പെട്ട് ശാരീരിക വളർച്ചയോടൊപ്പം വന്നു ചേരുന്ന ഒരു വളർച്ചയാണ് യൂട്രസിന്റെ വളർച്ചയും, അല്ലേ? അപ്പം ഈ ഫോൾട്ട് ഇവിടെ നിന്നല്ല, അവിടെ നിന്നേ ഫോൾട്ട് ഉണ്ടായിരിക്കും. പല വീടുകളും ഇപ്പം നമ്മളിപ്പം ഒരു സൗഹൃദങ്ങൾ തന്നെ നോക്കണേ, ഭയങ്കര ബെസ്റ്റ് ഫ്രണ്ട് അല്ലെങ്കിൽ ഭയങ്കര വൈബ്, എപ്പോഴും അവരുമായിട്ട് നമ്മൾ നന്നായിട്ട് ഒത്തിണങ്ങി പോകുന്നു എന്നുണ്ടെങ്കിൽ ആ 2 ഫാമിലിയുടെയും വീടുകളെ പരിശോധിച്ച് വാസ്തു നോക്കുമ്പോഴത്തേക്കും 2 ഡിഗ്രിയിലും സെയിം വാസ്തു ഫോൾട്ട് ഉണ്ടായിരിക്കണം.
ഇതൊരു വാസ്തു വിദ്യാർത്ഥി എന്നുള്ള നിലയ്ക്ക് അലസമായി ഒരുപാട് ആഗ്രഹങ്ങൾ കൊണ്ട് എത്രയോ കിലോമീറ്ററുകൾ സഞ്ചരിച്ച് പഠിക്കുന്ന പാഠങ്ങളതെല്ലാം നിഷ്പ്രയാസം ഇതൊക്കെ എന്തെന്ന് ചോദിക്കുമ്പോൾ എൻ്റെ അധ്വാനവും അതിനും ചേർന്ന് നിങ്ങൾ മറുപടി പറയേണ്ടി വരും. ഞാൻ മാത്രമല്ല കേട്ടോ, ഞങ്ങളെപ്പോലെ ഒരുപാട് വിദ്യാർത്ഥികളുണ്ട് ഇതിനകത്ത്. കൂടുതലും കേരളത്തിലില്ല എന്ന് വേണമെങ്കിൽ പറയാം, കേരളത്തിന് പുറത്ത്. കേരളത്തിലുണ്ടോ എന്നുള്ളത് വളരെ ചുരുക്കം. ചിലപ്പോൾ എൻ്റെ സ്റ്റുഡൻസ് ചിലപ്പം ഇത്തരം സ്വഭാവക്കാരാണ്, നമ്മൾ പഠിപ്പിക്കുന്നില്ലേ. അപ്പോ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ ഈ ഒരു കല്യാണത്തിന് മുമ്പ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്തുകൊണ്ട് എല്ലാം നോക്കുന്ന നിങ്ങൾക്ക് വിദ്യാഭ്യാസവും സംസ്കാരവും അതും ഇതൊക്കെ എല്ലാം നോക്കുന്ന നിങ്ങൾക്ക് ആ കുട്ടി ജീവിക്കുന്ന അല്ലെങ്കിൽ എൻ്റെ മകൾ ജീവിക്കാൻ പോകുന്ന വീടിന്റെ വാസ്തു എന്തുകൊണ്ട് നോക്കിക്കൂടാ? കാരണം വാസ്തുവിനകത്ത് മരുമകൻ, അപ്പൂപ്പൻ അല്ലെങ്കിൽ മുതിർന്നവര്, ഇളയവര്, ആണ്, പെണ്ണ് എല്ലാം തരംതിരിച്ച് പറയുന്ന ഒരു പാഠമാണല്ലോ വാസ്തു. അപ്പൊ ഒരു വിവാഹ ജീവിതത്തിന് ലക്ഷങ്ങൾ ചിലവാക്കി സ്വന്തം പൊന്നോമനയെ കല്യാണം കഴിപ്പിച്ച് അയക്കാൻ പോകുന്ന വീടിന്റെ വാസ്തു നോക്കുന്നതിൽ എന്ത് തെറ്റാണ്? വാസ്തുവിലൂടെ പ്രശ്നങ്ങൾ ഉണ്ടാകും എന്നുള്ളത് നഗ്ന സത്യമാണെന്നുണ്ടെങ്കിൽ അവിടെ നിങ്ങളുടെ പ്രിയപ്പെട്ട നിങ്ങളുടെ പൊന്നോനിയെ നിങ്ങളുടെ അയക്കാൻ പോകുന്ന വീടിന്റെ വാസ്തു നോക്കുന്നതിൽ എന്ത് തെറ്റാണെന്നാണ് ചോദിക്കുന്നത്. അത് എന്ത് ഭംഗിക്കടാ അതുകൊണ്ട് സംഭവിക്കാൻ പോകുന്നത്? നിങ്ങൾ നോക്കുന്നു വിദ്യാഭ്യാസം, ഇപ്പൊ എന്തൊക്കെയാ നോക്കുന്നത്? CD വെച്ച് പുരുഷന്റെ കാര്യങ്ങൾ ചെക്ക് ചെയ്യുന്നൊരു കാലമാണ്. അറ്റ്ലീസ്റ്റ് ഒരു കാരണപ്പാടിനെ അയച്ചു അറിയാന്നുള്ള ആരെങ്കിലും അയച്ചെന്റെ വാസ്തു കൂടെ ഒന്ന് നോക്കി വെച്ച് വായോ. ഇനി അവർക്ക് ഇച്ചിരി മുഷിഞ്ഞാലും കുഴപ്പമില്ല, എന്റെ കുട്ടി ജീവിക്കേണ്ട വീടാ അല്ലേ? കാരണം വാസ്തു ഫാൾട്ട് ആ വീട്ടിൽ പോകുമ്പോഴത്തേക്ക് വീട് പ്രതികാര ദോഹത്തോടെ നിൽക്കുന്നത്. അവാസ്തു വീട് ഒരു പ്രതികാരദാഹമുള്ള ഒരു മനുഷ്യനെ പോലെ പ്രഹരിക്കുമെന്നുള്ളത് എത്രയോ വ്ലോഗുകളിൽ ഞാൻ പറഞ്ഞു. അതിനാവശ്യം എന്റെ പ്രശ്നം സോൾവ് ചെയ്യാം. ഞാൻ കുറച്ച് പറയാം, കല്യാണ മണ്ഡപത്തിന്റെ ഫോൾട്ട് ഒരു പക്ഷേ ആ മണ്ഡപത്തിന്റെ വിധി അയാളുടെ മകളോ അയാളോ ഏറ്റുവാങ്ങി കഴിഞ്ഞാൽ ആ പ്രശ്നം അവിടെ സോൾവ് ആവുന്നു, ഒരു പരിധി വരെയെങ്കിലും വിടുന്നില്ല. അതേപോലെ ചില വീടുകൾ നിങ്ങൾ ശ്രദ്ധിക്കുക, ഒരുപാട് വാസ്തു ഫോൾട്ടുള്ള വീടുകളിൽ വലിയ വീടുകളുണ്ടാവും, പക്ഷെ അവർ ബാധിക്കുന്നില്ല, എന്നാൽ ഭാഗികമായി മറ്റു പ്രശ്നങ്ങൾ ബാധിക്കുന്നു. എക്സാക്ട്ലി അതിന്റെ പ്രഡിക്ഷൻ അന്വേഷിച്ച് പോകുമ്പോൾ അവിടെ വർഷങ്ങളായി ജോലി ചെയ്യുന്ന സ്ത്രീ ആയിരിക്കും ചിലപ്പോൾ ആ രീതിയിലുള്ള ലോക്കിൽ പെട്ടുപോവാം. അവിടെ ജോലി ചെയ്യുന്ന സ്ത്രീ അല്ലെങ്കിൽ 2-3 സ്ത്രീകളെ കാണുമല്ലോ വലിയ വീട്ടിൽ, അതിൽ ആ വീടുമായി ഭയങ്കര ഇണങ്ങി നിൽക്കുന്നവരുണ്ടാവും. ആണ് ഞാൻ നമ്മുടെ വീട്ടിനുള്ളിലെ ചെല്ലപ്രാണികൾ, പട്ടി, പൂച്ച, തെരുവോരങ്ങളിൽ നിന്ന് നമ്മുടെ വീട്ടിലോട്ട് കടന്നു വന്ന് നമ്മുടെ വീട്ടിന്റെ സ്വന്തം ആളെ നമ്മുടെ മനസ്സിനെ കീഴടക്കി ജീവിക്കുന്ന ചെല്ലപ്രാണികളുണ്ടല്ലോ. അവരാ വിധി സ്വീകരിക്കുന്നു, മരണം സംഭവിക്കുന്നു, അല്ലെങ്കിൽ കാണാതെ പോകുന്നു, അസുഖം ബാധിക്കുന്നു. ഇത്തരം രീതികൾ നമ്മൾ വീട്ടിനുള്ളിലോട്ട് കടന്നു വന്ന് ജോലിക്കാരായി കടന്നു വന്ന് വീടിന്റെ ഒരു പ്രധാന അംഗത്തെ പോലെ സ്വാതന്ത്ര്യം എടുത്ത് കഴിയുന്ന ആ വീട്ടു ജോലിക്കാർക്ക് വരെ ഈ വാസ്തു ബാധകമാണ്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നിങ്ങൾ വിവാഹത്തിനോട് നിങ്ങൾ എന്തുമാത്രം നീതി പുലർത്തുന്നു എന്ന് എനിക്കറിയില്ല. പക്ഷെ ഒരുപക്ഷെ ഇത് നോക്കാം അനിവാര്യമാണെന്നുണ്ടെങ്കിൽ എന്നാൽ പിന്നെ ഇത് നോക്കുന്നത് ഏറ്റവും നല്ലതെന്ന് ഞാൻ പറയുള്ളൂ. മനസ്സിലായില്ലേ? ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. സാർ കല്യാണ മണ്ഡപത്തെ കുറിച്ച് പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് പൂർണ്ണമായി മനസ്സിലായെന്ന് കരുതുന്നു. എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ സാറിനെ ഡയറക്റ്റ് ആയിട്ട് ബന്ധപ്പെടുക. ഇതുപോലെ കൂടുതൽ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസിന് വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. താങ്ക്